വല്യപ്പച്ചമാരുടെ വല്യമ്മച്ചിമാരുടെയൊക്കെ അടുക്കിലേക്ക് കഥകൾ കേൾക്കാൻ വേണ്ടി ഓടിപ്പോയ അവരുടെ അടുത്ത് ചേർന്നിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു നമുക്ക്. ഞാനൊക്കെ പോയിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ള കഥകളൊക്കെ. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കഥകളൊക്കെ നിന്നുപോയി. എത്ര വല്യപ്പച്ചമാരൊക്കെ ഇന്ന് കഥ പറയുന്നുണ്ട്? ചുരുക്കമായിരിക്കും. ഇന്ന് നമ്മുടെയൊക്കെ കഥ പറച്ചിലൊക്കെ നിന്നുപോയി. പ്രിയമുള്ളവരെ, ചില ധാർമ്മികതകളും ചില മൂല്യങ്ങളും ഒക്കെ ഇങ്ങനെ തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ചില കഥകളിലൂടെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ നിന്നുപോയി. ഇന്ന് നമ്മുടെ വല്യപ്പച്ചമാരും വല്യമ്മച്ചിമാരും ഒക്കെ ഈ കുഞ്ഞു മക്കളോട് അങ്ങോട്ട് സംശയം ചോദിക്കുക. എന്തോ സംശയം? ഓനെ ഈ വാട്സപ്പിൽ എങ്ങനെയാണ് ഈ മെസ്സേജ് അവൻ അയക്കുന്നത്? അല്ലെ ഫേസ്ബുക്കിലെ വേണ്ട ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പോസ്റ്റ് അതുകൊണ്ട് അവനൊന്ന് ഇട്ട് കൊടുക്കാമോ? നമ്മൾ അങ്ങോട്ട് സംശയം ചോദിക്കുക. ആ ഒരു രീതിയിൽ നമ്മളെത്തി. ഈ കഥ പറച്ച്